പടം കാണാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. വിനീത് ശ്രീനിവാസൻ്റെ പടമാണ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാൽ, ബേസിൽ ജോസഫ്, അജു വർഗീസ്, അങ്ങനെ ഒരു താരനിര തന്നെയുണ്ട്. കൂട്ടത്തിൽ നിവിൻ പോളിയും. അങ്ങനെയുള്ളൊരു പ്രൊമോഷൻ വരുമ്പോൾ തന്നെ നമ്മൾ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് പടത്തിനകത്ത് പോകുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചത്രയില്ല. കൂടെ ഒരുപാട് പേര് കാണാനുണ്ടായിരുന്നു. ഫുൾ ഫാമിലി ആയിട്ടാണ് ഞാൻ പടത്തിന് പോയത്. അവരുടെയൊക്കെ റെസ്പോൺസ് വളരെ ശോകമായിരുന്നു. എന്തിനടാ ഈ പടത്തിന് കൊണ്ടുവന്നത് എന്നുള്ളൊരു ശോകമായിരുന്നു. എനിക്ക് അത്ര മോശമായി എന്നുള്ളൊരു അഭിപ്രായം ഇല്ല, എങ്കിലും കുറേ കൂടെയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. വിനീത് ശ്രീനിവാസൻ്റെ ഒരു ക്രിഞ്ച് പരിപാടികളുണ്ടല്ലോ, ഇതിലങ്ങനെ തീരെ ക്രിഞ്ചല്ല, എന്നാലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അനാവശ്യമായിട്ടുള്ള ഫിലോസഫി, വലിച്ചു നീട്ടൽ, അങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളും. പെർഫോമൻസ് വൈസ് ഇപ്പോൾ പറഞ്ഞ കണക്ക് എല്ലാവരും കുഴപ്പമില്ലാതെ അവരവർക്ക് കൊടുത്ത സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറയുന്ന പോലെ ധ്യാൻ കഴിഞ്ഞ കുറേ പടങ്ങളെക്കാട്ടിയും ബെറ്റർ പടമാണ് ധ്യാനിനെ സംബന്ധിച്ചിടത്തോളം. ധ്യാൻ്റെ പെർഫോമൻസ്, പുള്ളി പറഞ്ഞ കണക്ക് വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. 2-3 ഗെറ്റപ്പ് ചേഞ്ച് വരുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പ്രണവിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പ്രണവ് എന്താണോ സാധാരണഗതിയിൽ ഉള്ളത് അത് തന്നെയാണ് പ്രണവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹൃദയത്തിനകത്തുണ്ടായിരുന്നപ്പോൾ പ്രണവ് എന്തൊക്കെയാണോ ചെയ്തത് ആ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ. ഒരു കുറച്ച് പ്രായമായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ആ ഒരു പ്രായമായിട്ടുള്ള സാധനത്തിനകത്തൊക്കെ എനിക്ക് മേക്കപ്പൊക്കെ വളരെ ശോകമായിട്ട് തോന്നി. ഈ കണ്ണിൻ്റെ അവിടെ മാത്രം മേക്കപ്പെട്ട പ്രായമാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം തലയിൽ വെച്ചിരിക്കുന്ന വിഗിന് ഒരു കളർ, താടി ഒറിജിനൽ താടിയാണ്. അപ്പോൾ ഒറിജിനൽ താടിക്കകത്ത് ഡൈ അടിക്കുമ്പോൾ അതിന് വേറൊരു കളറൊക്കെയാണ്. അപ്പോൾ പ്രണവിൻ്റെ ലുക്ക് തന്നെ നമുക്കൊരു ഇതില്ല. ഈവൻ ധ്യാൻ ശ്രീനിവാസൻ നമുക്കൊരു ചേഞ്ച്, ഈ കുറച്ച് പ്രായം കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കും മെലിഞ്ഞിരിക്കുകയും പിന്നീട് വരുമ്പോൾ കുറച്ച് കനമൊക്കെ വരികയും നമുക്ക് തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രണവിൻ്റെ കേസിൽ അതുപോലുമില്ല. പ്രണവ് ഫിറ്റ് ആൻഡ് വെൽ ബിൽറ്റ് ബോഡി തന്നെയാണ് ഈ പറഞ്ഞ പ്രായമാകുന്ന സമയത്തുള്ളത്. അതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നി. കുറേ കൂടെയൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സാധനം എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി വെയിറ്റ് കൂട്ടുന്നതൊക്കെ തോന്നിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ മോഡുലേഷൻസ് വരുന്നതും വർത്തമാനം പറയുമ്പോഴുള്ള മോഡുലേഷൻസ്, പ്രായമാകുമ്പോൾ ഉള്ള മോഡുലേഷൻസ് ഒരെണ്ണം കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള സീനുകളിൽ വരുമ്പോഴത്തേക്ക് അവർ വീണ്ടും കൊച്ചുങ്ങളെ പോലെ, പിള്ളേരെ പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന 2-3 സീനുകളൊക്കെ ഉണ്ട്. ഇതെടുത്ത് പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കുറ്റം പറയുന്ന കണക്ക് തോന്നി. പടത്തിനകത്ത് ബെറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട്. പടത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ ക്യാമറയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മ്യൂസിക് അത്ര ടോപ്പ് നോച്ച് എന്ന് പറയാനില്ല. അത് വിനീത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നു, ഈ പറഞ്ഞ പോലെ പടം ഒരു യൂട്യൂബ് ഹിറ്റാവാനോ ട്രെൻഡ് ഹിറ്റാവാനോ ചെയ്യാൻ പാടില്ല എന്നാണ് മ്യൂസിക് ഡയറക്ടർ അമൃതിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. മിനിമൽ പരിപാടി പിടിച്ച്, പക്ഷേ എന്നാൽ നല്ല മ്യൂസിക് ഇറങ്ങണം, കാലങ്ങൾ നിലനിൽക്കത്തക്ക രീതിയിലുള്ള മ്യൂസിക് ആയിരിക്കണം. പടം കണ്ടിറങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിലുള്ള ഒരൊറ്റ പാട്ട് മാത്രമേ ഉള്ളൂ, ഈ പറഞ്ഞ മധുപകരു എന്നുള്ള സോങ് മാത്രമാണ്. അത് മുമ്പേ കേട്ടു, മുമ്പേ വൈറലാണ്. ശരിക്കും അത് വൈറലാകുന്നതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അങ്ങനെ ഓർത്ത് നിൽക്കുന്ന പാട്ടുകളൊന്നും ഇല്ല. പടം കഴിഞ്ഞപ്പോൾ 2 ദിവസമായി ഞാൻ കണ്ടിട്ട്. അത് എനിക്ക് ആ ഒരു ഇതില്ല. മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ഡീസൻറ്റ് വർക്കാണെന്നുള്ളതേ ഉള്ളൂ. ടെക്നിക്കൽ സൈഡെല്ലാം എനിക്ക് നേരത്തെ പറഞ്ഞ ക്യാമറ, എഡിറ്റിംഗ്, അതെല്ലാം ടെക്നിക്കൽ സൈഡെല്ലാം ഓക്കെയാണ്. പിന്നെ എല്ലാവരും അവരവരുടെ റോള് കുറേശ്ശെ ഉണ്ട്. ഇപ്പോൾ ബേസിൽ ജോസഫ് ആകെ 12 ദിവസമേ ഷൂട്ട് ചെയ്തുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ബേസിൽ ജോസഫിന് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ട്. പക്ഷേ നീരജിനൊക്കെ ഒരൊറ്റ സീൻ വന്ന് പോകത്തക്ക രീതിയിലാണ്. അജു വർഗീസിന് ഡബിൾ ക്യാരക്ടറാണ്, അച്ഛനും മകനുമായിട്ടൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലൊക്കെ സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അജുവും ചില സീനുകളൊക്കെ ഓവറാക്കിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സീൻ കൊടുക്കുമല്ലോ, അവർക്കൊന്ന് അവരുടെ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അജു കൊടുത്ത സീനിൽ ഇച്ചിരി ഓവറാക്കിയെന്ന് തോന്നി. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അടുത്ത സീൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഊർജ്ജസ്വലമായിട്ട് വരുന്ന പോലെയൊക്കെ തോന്നി. പൊളിച്ചത് നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ നിതിൻ മോളി ക്യാരക്ടറാണ് പൊളിച്ചേക്കുന്നത്. അത് എങ്ങനെ നിവിനെ അത് സമ്മതിപ്പിച്ചെടുത്തു എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ശോകമായിട്ട് ഡൗൺ ആയിട്ടാണ് പോയത്. പ്രേമമൊക്കെ ക്രിഞ്ചായിട്ടാണ് തോന്നിയത്. കല്യാണി പ്രിയദർശനെയൊക്കെ ആവശ്യമില്ലാതെ വെറുതെ കൊണ്ടുവച്ച് എഴുതി ചേർത്ത പോലെയൊക്കെ തോന്നി. സെക്കൻഡ് ഹാഫിൽ പടം തീരെ താന്നു പോകുന്ന സമയത്താണ് നിവിൻ പോളിയുടെ എൻട്രി. നിവിൻ പോളിയുടെ പെർഫോമൻസ്, പുള്ളിക്കാരനൊരു 3-4 സീനുണ്ട്. അതെല്ലാം എൻട്രി സീനായിക്കോട്ടെ, വെള്ളമടി സീനായിക്കോട്ടെ, അങ്ങനെ വരുന്ന സാധനങ്ങളെല്ലാം പടം വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയൊരു ഹെൽപ്പ് നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. തിയേറ്ററിലിരുന്ന് പലരും പറയുന്നുണ്ട് ഇങ്ങനെ, ഓ മച്ചാൻ നിവിൻ പോളിയുടെ കംബാക്ക് ആണെന്ന്. പുള്ളിയുടെ ആ ഒരു സോണുണ്ടല്ലോ, ആ ഒരു കോമഡി, അത് നല്ല രീതിയിൽ വർക്കൗട്ടായി എന്ന് വേണം നമുക്ക് പറയാൻ. പിന്നെ അതിനകത്ത് നിവിൻ പോളി ഈ സെക്കൻഡ് ഹാഫിൽ ഉദ്ഘാടനത്തിന് പോകുമ്പോഴത്തേക്കുണ്ടാകുന്ന അലർച്ചയും കാര്യങ്ങളൊക്കെ എനിക്ക് നമ്മുടെ ഡോക്ടർ മച്ചാൻ റോബിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. റോബിനോടൊന്ന് ചോദിച്ചു നോക്കാം, നിനക്ക് അങ്ങനെ തോന്നിയോ എന്നുള്ള കാര്യം റോബിനോട് കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. പടം എങ്ങനെ പോയി കാണാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവാം. ഓൺ ടൈം വാച്ചബിളാണ്. കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അനാവശ്യമായിട്ടുള്ള കുറേ മെലോ ഡ്രാമ,
ആവശ്യമില്ലാത്ത ഈ ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിനീത് ശ്രീനിവാസൻ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് പുള്ളിക്ക് ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ മതിയായിരിക്കും ചിലപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ ഇത് നമ്മുടെ പ്രശ്നമാണോ എന്ന് പറയാൻ വയ്യ. ഒരു കാര്യം ജസ്റ്റ് അങ്ങ് കൺവേ ചെയ്താൽ പോരെ. വളരെ ചെറിയ കാര്യത്തിനൊക്കെയാണ് ഇത്രയും വലിയ വർഷങ്ങളിലെ പണക്കവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നത്, സുഹൃത്തുക്കൾ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊട്ടും ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്തില്ല. അത് കഥയ്ക്ക് വേണ്ടി എക്സാജറേറ്റ് ചെയ്ത പോലെ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ, പ്ലോട്ടിലുള്ള വിഷയങ്ങൾ, തിരക്കഥയിലുള്ള സംഭവങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത്. വിനീത് എന്നുള്ള സ്ക്രിപ്റ്റ് റൈറ്ററിനെ കുറ്റം പറയുന്നില്ല. വിനീതിൻ്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും വെച്ച് നോക്കി കഴിഞ്ഞാൽ വിനീതിൻ്റെ ഡയറക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുകയും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കുറച്ചുകൂടെ ഡൗൺ ആയി പോകുന്ന പോലെ എനിക്കൊരു ഫീൽ അതിനകത്തുണ്ടായി. തിരക്കഥ ബലം കുറവാണ്, നമുക്ക് എൻഗേജിങ് അല്ല. ഞാൻ ഫസ്റ്റ് ഹാഫിൽ പല സ്ഥലത്തും ഇതെന്തര ഇങ്ങനെ പോകുന്നത് ഭയങ്കര ലാഗാണല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പല സ്ഥലങ്ങളിലും നമ്മളിപ്പം നിവിൻ പോളി വരാത്ത സീനുകളുണ്ടല്ലോ, അങ്ങനെയുള്ള വരുന്ന സീനുകളിൽ നമ്മളവിടെ നിന്ന് കമൻ്റ് അടിക്കും. ഈ ക്യാരക്ടർ നമ്മളെ കോക്കണ്ണൻ പറയുന്നത് പോലെ മലങ്കൾട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എൻജോയ് ചെയ്യുമെന്ന് പറയത്തില്ലേ, അവരെ കമൻറ്റ് ചെയ്തും കളിയാക്കി എൻജോയ് ചെയ്യുന്ന പറയുന്ന പോലെ അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സിനിമയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്ന ഒരു അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കംപ്ലീറ്റ് പടവും നെപ്പോ കിഡുകളുടെ പടമാണല്ലോ. പ്രൊഡ്യൂസർ വൈശാഖ് സുബ്രഹ്മണ്യം ആയിക്കോട്ടെ, മെരിലാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ, അതേപോലെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, മ്യൂസിക് ഡയറക്ടർ അമൃത് രാംനാഥ് ബോംബെ ജയശ്രീ എന്നുള്ള സിംഗറുടെ മകനാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും അങ്ങനെയാണ് അതിനകത്ത്. പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ. പക്ഷേ ഇതിനെല്ലാ സാധനങ്ങൾ നിവിൻ പോളി തന്നെ ഈ പടത്തിലൊരു സെൽഫ് ട്രോള് പോലെ ഡയറക്ടറിനെ അങ്ങോട്ട് ഇത് ചെയ്യുന്നുണ്ട്, നിവിൻ സ്വയം ട്രോളുന്നതും ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ അത് ബാലൻസിങ് ആയി പോയി. നെപ്പോ കിഡ്സ് അല്ലെങ്കിൽ നെപ്പോട്ടിസം ബേസ് ചെയ്തിട്ടുള്ള ആളുകൾ ഇതിനകത്ത് അഭിനയിക്കുന്നു, ടെക്നിക്കൽ സൈഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് നിലനിർത്താൻ തന്നെ നിവിൻ പോളിയുടെ പെർഫോമൻസും ഇതിനകത്ത് രീതിയിൽ വന്നിട്ടുണ്ട്. വൺ ടൈം വാച്ചബിളാണ്, ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാം, ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള നിലയിൽ കാണാം. പക്ഷേ ഹൈലി റെക്കമെൻഡിങ്ങും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്നൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല പടത്തിന്. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായം പറയൂ. ബൈ.